അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി വഖഫ വസലാമുൻ അലാ ഇബാദിഹില്ലദീന ഇസ്തഫ മാ ബഅദ്. റബ്ബി ശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം ബിൽ ലിസാനി യഫ്ഖഹു ഖൗലി വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വ ഇലൈഹി ഉനീബ്. അൽഹംദുലില്ലാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി തരുമാറാകട്ടെ. പടച്ച റബ്ബ് സന്തോഷവും സമാധാനവുമുള്ള ഒരു ജീവിതം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധമായ ദുൽഹജ്ജ് മാസം നമ്മൾ നിന്ന് വിട പറയാൻ ഒരുങ്ങുകയാണ്. ഇതുപോലെ ഒരു ഹജ്ജിൻ്റെ മാസം നമ്മുടെ ജീവിതത്തിൽ ആദ്യമാണ്. എങ്കിലും അൽഹംദുലില്ലാ, ആ മാസത്തെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ആ മാസത്തിൽ നമ്മൾ ചെയ്ത സർവ്വ സൽക്കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. പടച്ച റബ്ബ് കരുണക്കടലായ അള്ളാഹു മരിക്കുന്നതിന് മുമ്പ് ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നാം എല്ലാവരും ഒരു ദിനം ഒരു അറിവ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് പഠിക്കുന്ന ആ അറിവുകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോഴാണ് അതുകൊണ്ട് നമുക്ക് നാളെ ആഖിറത്തിൽ പ്രയോജനമുള്ളതാക്കാൻ നമ്മളെ കൊണ്ട് കഴിയുകയുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല മീസാൻ എന്ന ത്രാസിൽ നന്മയുടെ കൂട്ടത്തിൽ അള്ളാഹു ഇത് ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് നാം പഠിക്കുന്ന ഹദീസ് അൻ അബ്ദില്ലാഹി ഇബ്നു അംറിൻ റളിയല്ലാഹു തആല അൻഹുമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖസൽതാനി ലാ യുഹ്സീഹിമാ റജുലുൻ മുസ്ലിമുൻ ഇല്ലാ ദഖലൽ ജന്ന ഹുമാ യസീറു വമൻ യഅമലു ബിഹിമാ ഖലീൽ. മഹാനായ ആദരവായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുളിയതായി അബ്ദുല്ലാഹിബ്നു അംർ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, രണ്ട് കാര്യങ്ങൾ ആരെങ്കിലും അത് അമല് ചെയ്യുകയാണെങ്കിൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു, ഈ പറയപ്പെടുന്ന രണ്ട് കാര്യങ്ങൾ ആര് തൻ്റെ ജീവിതത്തിൽ മുറുകെ പിടിക്കുന്നുണ്ടോ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്നവനാ, അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചിരിക്കുന്നു. എന്നിട്ട് മുത്തുനബി അവിടെ നിന്ന് ഓർമ്മപ്പെടുത്തി, ഈ രണ്ട് കാര്യങ്ങളും വളരെ എളുപ്പമാണെങ്കിലും അത് പ്രവർത്തിക്കുന്നവർ വളരെ കുറവാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തുനബി അവിടെ നിന്ന് പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ഈ രണ്ട് കാര്യങ്ങൾ ആര് ജീവിതത്തിൽ ചെയ്യുന്നോ അവൻ ഇല്ലാ ദഖലൽ ജന്ന. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, റജുലുൻ മുസ്ലിമുൻ ഇല്ലാ ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാ, അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാ. എന്നിട്ട് മുത്തുനബി പറഞ്ഞു, ഇത് രണ്ടും ഹുമാ യസീറു വമൻ യഅമലു ബിഹിമാ ഖലീൽ, ഇത് വളരെ എളുപ്പമുള്ള കാര്യമാണ്, നമ്മളൊക്കെ നിസ്സാരമായി തള്ളിക്കളയുന്ന കാര്യമാണ്. പക്ഷെ അധികം പേരും ഇത് ചെയ്യാറില്ല. അതിൻ്റെ മഹത്വവും അതിൻ്റെ ഗൗരവവും അതിലൂടെ നമുക്ക് ലഭിക്കുന്ന പ്രതിഫലത്തെക്കുറിച്ച് ജനങ്ങൾ മറന്നുകളയുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്ന ഈ കാര്യങ്ങൾ ജീവിതത്തിൽ മരിക്കുവോളം ഓർമ്മയുള്ള കാലത്തോളം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ കരുണക്കടലായ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിലൂടെ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗത്തിലേക്ക് കടക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, യുസബ്ബിഹുല്ലാഹു ദുബറ കുല്ലി സലാത്തിൻ അശറ വയഹ്മദുഹു അശറ വയുകബ്ബിറുഹു അശറ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ആ രണ്ട് കാര്യങ്ങളിൽ ഒന്നാമത്തെ കാര്യം എല്ലാ നമസ്കാരത്തിന് ശേഷവും സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ എന്നിവ 10 പ്രാവശ്യം വീതം ചൊല്ലലാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ അത് 10 പ്രാവശ്യം വീതം പറയല. മഹാനായ അബ്ദുല്ലാ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, നബിത്തങ്ങൾ വിരലുകൾ കൊണ്ട് എണ്ണുന്നതായി ഞാൻ കണ്ടു. മഹാനവറുകൾ പറയുന്നു, വഅന റഅയ്തു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഅഖിദുഹാ ബിയദിഹി, പ്രവാചകൻ തൻ്റെ കൈകൊണ്ട് അത് എണ്ണുന്നതായി ഞാൻ കണ്ടു. ഫഖാല 50 വ100 ബില്ലിസാനി വഅൽഫുൻ 500 ഫിൽ മീസാനി. മഹാനവറുകൾ അവിടെ നിന്ന് പറയുന്നു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ വിരലുകൾ കൊണ്ട് എണ്ണുന്നതായി ഞാൻ കണ്ടു. ദിവസവും അങ്ങനെ ചെയ്യൽ 150 ആകും ഒരു ദിവസം. എങ്കിൽ അമലുകൾ തൂക്കുന്ന ത്രാസിൽ അത് 1500 ആകും.
മഹാനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് കൈകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ ഓരോ വഖത്ത് നിസ്കാരം കഴിയുമ്പോഴും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതിങ്ങനെ പറയാറുണ്ട് 10 പ്രാവശ്യം വീതം, സുബഹിക്കും ളുഹറിനും അസറിനും മഗ്രിബിനും ഇശായിനും. അപ്പം 150 ഒരു ദിവസം 150 എൻ്റെ പ്രിയപ്പെട്ടവരെ. അള്ളാഹുവെ, മീസാൻ എന്ന ത്രാസിൽ അത് 1500 ത്രാസിൻ്റെ 1500 നന്മയുടെ കൂട്ടത്തിലായി എണ്ണപ്പെടുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ നമസ്കാരം കഴിഞ്ഞ് 33 പ്രാവശ്യം വെച്ച് പറയാറുണ്ട്. പല ഹദീസുകളുമുണ്ട് 33 പ്രാവശ്യം വെച്ച് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ്. അതിൻ്റെ മഹത്തമ, അത് സ്വർഗം നേടിത്തരാൻ കഴിയുന്ന ഒരു ദിക്റാണെന്ന് ഈ ഹദീസ് നമുക്ക് പഠിപ്പിച്ചു തരുന്നു. പക്ഷേ വളരെ നിസ്സാരമുള്ള കാര്യം. എത്ര പേരാ നമസ്കാരം കഴിഞ്ഞ് ഇറങ്ങി ഓടുകയാ, സമയമില്ല. സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ പറയാൻ സമയമില്ല, എല്ലാവർക്കും ധൃതി. അതാ പ്രവാചകൻ പറഞ്ഞത്, വളരെ എളുപ്പമുള്ള കാര്യമാണെങ്കിലും ഇത് അധികം ആൾക്കാരും വിസ്മരിച്ച് കളയുന്നതാ, ഇത് ചെയ്യുന്നതല്ല എന്ന് മുത്തുനബി തന്നെ ഹദീസിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രണ്ടാമതായി സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ കഴിയുന്ന അമല് നമുക്ക് പഠിപ്പിച്ചു തരുന്നു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വഇദാ അവാ ഇലാ ഫിറാശിഹി സബ്ബഹ വഹമിദ വകബ്ബറ മിഅത്തൻ ഫതിൽക മിഅത്തുൻ ബില്ലിസാനി വഅൽഫുൻ മിൻ ഫിൽ മീസാനി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു തരുന്നു. രണ്ടാമത്തെ കാര്യം, മുത്തുനബി അവിടെ നിന്ന് പറഞ്ഞു, ഒരാൾ ഉറങ്ങാൻ പോകുമ്പോൾ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് ഇവ 33 പ്രാവശ്യം, അല്ലാഹു അക്ബർ 34 പ്രാവശ്യം ചൊല്ലലാണ്. ഇപ്രകാരം ചൊല്ലുമ്പോൾ അത് 100 പ്രാവശ്യമാകും. എങ്കിൽ മീസാനിലത് 1000 അപ്പോൾ ഇവ രണ്ടും കൂടി ചേർന്നാൽ മീസാനിൽ 2500 നന്മകളായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, ഒരു ദിവസത്തിൽ നിങ്ങളിൽ നിന്ന് ആരാണ് 2500 പാപം ചെയ്യുന്നത്? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിനോട് ചോദിച്ചു, ഫഅയ്യുക്കും യഅമലു ഫിൽ യൗമിൽ വാഹിദി 2500 സയ്യിഅത്തിൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, 2500 പാപങ്ങൾ ചെയ്യുന്ന ആരാ ഉള്ളത്? മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അബ്ദുല്ലാ റളിയല്ലാഹു തആല അൻഹു ചോദിക്കുന്നു, അള്ളാഹുവിൻ്റെ റസൂലേ, ഇത് പ്രവർത്തിക്കുന്നവർ വളരെ കുറഞ്ഞു പോകുമെന്ന് പറഞ്ഞല്ലോ, എന്താ നബി അതിൻ്റെ കാരണം എന്താ? മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നമസ്കാര സമയത്ത് ശൈത്താൻ വന്ന് ഇന്ന ആവശ്യമുണ്ട്, ഇന്ന ജോലിയുണ്ടെന്നെല്ലാം ഓർമ്മപ്പെടുത്തും. അങ്ങനെ ഇവ ചെയ്യുന്നതിനെ ഓർമ്മിക്കാത്ത നിലയിൽ അവനെ ചിന്തയിൽ അകപ്പെടുത്തുന്നതാണെന്ന് നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിസ്കരിച്ച് കഴിഞ്ഞ ഉടനെ ഈ ദിക്റ് പറയാൻ ശൈത്താൻ അനുവദിക്കില്ല. അവൻ വന്നിട്ട് പറയും, നിനക്ക് ജോലിയുണ്ട്, അവിടെ പോകണം, ഇവിടെ പോകണം, തിരക്കുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ദിക്റ് പറയാൻ വിടാതെ അവനെ ശൈത്താൻ ജോലിയിലേക്ക്, ദുനിയാവിലേക്ക് അവനെ കൊണ്ടുപോകും. മഹാനായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഉറങ്ങുന്ന സമയത്ത് പിശാച് ഇത് പറയാൻ അനുവദിക്കില്ല. കാരണം ഈ ദിക്റ് പറയുന്ന ഒരാൾ ഉറങ്ങുന്നതിന് മുമ്പ് ഈ ദിക്റ് പറയുന്നവനെ ഹജ്ജും ഉംറയും ചെയ്ത പ്രതിഫലമുണ്ടെന്ന. ഹജ്ജിൻ്റെ മാസമാണ്. ഹജ്ജിൻ്റെയും ഉംറയുടെയും പ്രതിഫലം ലഭിക്കുന്ന ഒരു ദിക്റാണ് രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പ് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ഈ ദിക്റുകൾ 33 34 പ്രാവശ്യം പറയുന്നതിലൂടെ അവന് ഹജ്ജിൻ്റെ പ്രതിഫലം നേടിയെടുക്കാൻ കഴിയുമെന്ന ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗം നേടാൻ കഴിയും ഈ ദിക്റ് പറയുന്നതിലൂടെ. അതുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു, ഉറങ്ങാൻ വേണ്ടി ഒരാൾ കിടന്നു കഴിഞ്ഞാൽ പിശാച് അവൻ്റെ കിടക്കയിൽ വന്ന് അവനെ തടവുന്നതാ, തലയിൽ കൈവച്ചിട്ട് അവനിങ്ങനെ തലോടും, നീ ഉറങ്ങ്, ഈ ദിക്റ് പറയാൻ അനുവദിക്കാതെ അവനെ ഉറക്കിക്കളയുമെന്ന് മഹാനായ നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു, ശൈത്താൻ അവനെ പറയാൻ അനുവദിക്കില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വളരെ നിസ്സാരമായി തള്ളിക്കളയേണ്ട കാര്യമല്ല. ഈ ചെറിയ ഒരു അമലിലൂടെ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗം നമുക്ക് നേടിയെടുക്കാൻ കഴിയും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് ഈ ദിക്റുകൾ പറയുമ്പോൾ രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പ് പറഞ്ഞാൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ഹജ്ജിൻ്റെ മാസത്തിൽ ഹജ്ജിന് പോകാൻ കഴിയാതെ പ്രയാസപ്പെടുന്നവർ ഈ അവസാന ദിനങ്ങളിലെങ്കിലും എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് ഹജ്ജിൻ്റെ പ്രതിഫലം നേടിയെടുക്കാൻ കഴിയണം. ഇന്നത്തെ രാത്രി ഇത് പറയുന്നതിലൂടെ നമുക്ക് ഹജ്ജിൻ്റെ പ്രതിഫലം നേടിയെടുക്കാൻ കഴിയും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഈ 2 ചെറിയ കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്യുന്നവന് സ്വർഗം നേടാൻ കഴിയുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി
വസല്ലം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ പിഴവുകളൊക്കെ അല്ലാഹു പുറത്തു തരുമാറാകട്ടെ. ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്ത് അല്ലാഹുവിൻ്റെ തൃപ്തിയും പൊരുത്തവും കരസ്ഥമാക്കാൻ അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗം, ആ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് പേര് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ അല്ലാഹു ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ. സന്തോഷവും സമാധാനവുമുള്ള ഒരു ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ പ്രയാസത്തിൽ കഴിയുന്നൊരു ചെറുപ്പക്കാരൻ, ഉസ്താദെ മറന്നു പോകരുത്, പ്രത്യേകം ദുആ ചെയ്യണം, ദുആ വസിയ്യത്ത് ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി. എല്ലാവരും ആ ചെറുപ്പക്കാരനെ അള്ളാഹുവിൻ്റെ സഹായം കുടുംബത്തിന് ലഭിക്കുന്നതിന് വേണ്ടി ദുആ ചെയ്യണം. മാരകമായ രോഗങ്ങളെ തൊട്ട് അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നിങ്ങളെല്ലാവരും, നിങ്ങൾ വെള്ളിയാഴ്ച രാവാണ്, ദുൽഹജ്ജിൻ്റെ അവസാന ദിനങ്ങളാണ്, അള്ളാഹുവെ മുഹറം മാസം കടന്നു വരുന്നു. നിങ്ങൾ ഈ വിലപ്പെട്ട സമയങ്ങളിലെ ദുആയിൽ എന്നെയും കുടുംബത്തെയും മറന്നുപോകല്ലേ, ഓർക്കണമെന്ന വസിയ്യത്തോടെ വആഖിറു ദുആനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.